വെൽക്കം ടു PSCQ&A. ഇന്ന് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ PYQ ഡിസ്കഷനാണ്. അതിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ, ഡിഗ്രി പ്രിലിംസിൻ്റെ 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? ഈ പ്രസ്താവനകളിൽ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ എല്ലാം ശരിയാണ്. അതിൻ്റെ ഓപ്ഷൻസ് 1983 ഭരണഘടനയിൽ ചേർത്തു, 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3ഉം കൂറുമാറ്റ നിരോധനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വകുപ്പ് വൽക്കരണത്തിൻ്റെ 4 അടിസ്ഥാന പീകൾ എന്നറിയപ്പെടുന്നു. അവ ഏതെല്ലാം? തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 1, 3, 4. ഉദ്ദേശം, പ്രക്രിയ, വ്യക്തികളും സ്ഥലവും വകുപ്പ് വൽക്കരണത്തിൻ്റെ 4 അടിസ്ഥാന പില്ലറുകൾ പി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. അതിൻ്റെ ഉത്തരം വരുന്നത് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. ഓപ്ഷൻ എ ആണ്. ഓൺലി 1 മാത്രം. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. സംസ്ഥാനം അഥവാ സംസ്ഥാനങ്ങൾ തിരിച്ചറിയുക. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മിസോറാം, മേഘാലയ. ഓപ്ഷൻ ബി 1, 2, 4 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തതെന്ന്? ഓപ്ഷൻ സി നവംബർ 26, 1949 ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന നടപ്പിലായത് 1950 ജനുവരി 26. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ സംവിധാനത്തിൻ്റെ പരാജയത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 356. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. ഇത് ഡിലീറ്റ് ആക്കിയ ക്വസ്റ്റ്യൻ ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ 42ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ. താഴെ പറയുന്ന ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഓൺലി 1ഉം 2ഉം മാത്രം. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി, ഭരണപരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. ഈ 2 വകുപ്പുകളിലാണ് ഇ ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതൊക്കെയാണ് ആ സാഹചര്യങ്ങൾ? ഓപ്ഷൻസ് ഓപ്ഷൻ ബി ആണ് 2ഉം 3ഉം. 2 എന്ന് പറഞ്ഞാൽ അഴിമതി, 3 മനുഷ്യാവകാശ ലംഘനങ്ങൾ. അഴിമതി കേസിലും മനുഷ്യാവകാശ ലംഘന കേസുകളിലും വിവരങ്ങൾ നൽകാൻ ബാധ്യസ്ഥരാണ്. അടുത്ത ചോദ്യം, അത്യാഹിതം പ്രഖ്യാപിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 19 ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങൾ നിർത്തലാക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 358. ആർട്ടിക്കിൾ 358 പ്രകാരമാണ് ആർട്ടിക്കിൾ 19 എമർജൻസി പ്രഖ്യാപിക്കുന്ന സമയത്ത് നിർത്തലാക്കുന്നത്. 22ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉള്ളത്? തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ബി ആണ് വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ. വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ തുടങ്ങിയവ ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. സിറ്റിസൺഷിപ്പ് ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് ഭേദഗതിക്ക് ആവശ്യമായത്. സിറ്റിസൺഷിപ്പിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്യണമെങ്കിൽ, ഭേദഗതി നടത്തണമെങ്കിൽ ഓപ്ഷൻ എ പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷം വേണം. പാർലമെൻറ്റിൻ്റെ ലളിതമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവയിൽ ഭേദഗതി വരുത്താം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ സ്റ്റേറ്റ് പോളിസിയുടെ ഡയറക്റ്റീവ് തത്വങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻ സി 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിൽ നിന്നാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി പ്രകാരം ഇനി പറയുന്നവയിൽ ഏത് വാദമാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഭരണഘടനാ കൺവെൻഷനോ ഭരണഘടനാ അസംബ്ലിയോ പോലുള്ള ഒരു പ്രത്യേക ബോഡിക്ക് വ്യവസ്ഥയില്ല. ഓപ്ഷൻ ബി ഭരണഘടനാ ഭേദഗതിക്ക് തുടക്കം കുറിക്കുവാനുള്ള അധികാരം പാർലമെന്റിൻ്റെതാണ്. അതായത് സംസ്ഥാനങ്ങളിൽ നിയമസഭാ സമിതികൾ സൃഷ്ടിക്കുകയും നിർത്തലാക്കുകയും ചെയ്യുന്നത്. ഓപ്ഷൻ സി ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അത് സംസ്ഥാന നിയമസഭകൾ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാനും.
ഓപ്ഷൻ ഡി ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ബുദ്ധിമുട്ടായ അവസരങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താൻ വ്യവസ്ഥയുണ്ട്. ഈ ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായത്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത മീറ്റിംഗ് നടത്താറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, അഖിലേന്ത്യാ സേവനത്തിലെ അംഗങ്ങളുടെ സേവന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് ഓപ്ഷൻ സി ഇന്ത്യൻ പാർലമെന്റ് ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാ പരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ആർട്ടിക്കിൾ 311 പ്രകാരമാണ്. ആർട്ടിക്കിൾ 311 സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അടുത്ത ചോദ്യം നോക്കാം. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് എപ്പോഴൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1ഉം 2ഉം സാഹചര്യത്തിൽ. ഒന്നാമത്തെ സാഹചര്യം, അപേക്ഷകൻ ഒരു BPL വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഫീസ് ഇല്ലാതെ വിവരങ്ങൾ നൽകപ്പെടും. രണ്ടാമത്തത്, അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെടുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ലാത്തത്? ഓപ്ഷൻ സി വിലപേശാനുള്ള അവകാശം ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്തൃ അവകാശമല്ല. അപ്പോൾ ഉപഭോക്തൃ അവകാശങ്ങൾ ഏതൊക്കെയാണ്? തിരഞ്ഞെടുക്കാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓപ്ഷൻ എ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളം മണ്ണും മനുഷ്യരും എന്ന പുസ്തകം എഴുതിയത് ഡോക്ടർ TM തോമസ് ഐസക് ആണ്. ഓപ്ഷൻ സി ഡോക്ടർ TM തോമസ് ഐസക്കിൻ്റെ പുസ്തകമാണ് കേരളം മണ്ണും മനുഷ്യരും. അടുത്ത ചോദ്യം നോക്കാം. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഓപ്ഷൻ സി പൗരത്വം. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകളിൽ പെടുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം ആർട്ടിക്കിൾ 14 ആണ്. ഓപ്ഷൻ എ ആർട്ടിക്കിൾ 14. അടുത്ത ചോദ്യം, ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചത് എന്ന്? 1971. ഓപ്ഷൻ ബി 1971. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ഓപ്ഷൻ ഡി സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. സാമൂഹിക ഇൻഷുറൻസും 7ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? ഓപ്ഷൻ സി ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. അടുത്ത ചോദ്യം, ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ ക്രാന്തി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഓപ്ഷൻ സി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. ഈ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇവയെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? ഓപ്ഷൻ ബി 2011. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ഡി മണിപ്പൂർ. പുതിയൊരു സെക്ഷനുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്